ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് കോമാളിത്തരവും അല്ലെങ്കിൽ എന്ത് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ വിഷമകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് എന്നാലും പറയാണ്, ഈ ഒരു ഷോയിലൂടെ പല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പല മോശമായിട്ടുള്ള കാര്യങ്ങളും നോർമലൈസ് ചെയ്ത് കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് LGBT പോലത്തെ പല ആളുകൾക്കും ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അതിനെ നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന പല കാര്യങ്ങളും ഇത് കാണുന്ന ഓഡിയൻസിൻ്റെ ലൈഫിനെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എങ്കിലും അതിൻ്റെ ഉള്ളടക്കം ഒന്നുകൂടി പറയാണ്. ഓക്കെ, അഡൾട്ട്സിന് മേ ബി LGBT ഇന്നതാണ്, അല്ലെങ്കിൽ ലെസ്ബിയൻ ഇതാണ്, ഗേ ഇതാണ്, ബൈസെക്ഷൽ ഇതാണ്, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാത്തൊരു കാര്യമാണ്, അപ്പോൾ ഇതിനെ പിന്തുടരണോ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യണോ എന്നൊക്കെ വേർതിരിച്ച് ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടായെന്ന് വരും. അഡൾട്ട്സിന് ഇത് പറ്റും, നമുക്കത് പറ്റാവുന്ന കാര്യം, നമ്മൾ ചിന്തകൾക്കും നമ്മുടെ ചിന്താശക്തികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ നിങ്ങൾ കുട്ടികളുടെ കാര്യം ചിന്തിച്ച് നോക്കി, നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എല്ലാ കുട്ടികൾക്കും ഇതിങ്ങനെയുള്ള കാര്യമാണ്, എനിക്കിതിൽ ഇങ്ങനെ ഡെസിഷൻ എടുക്കാമെന്ന് ചിന്തിക്കാൻ പറ്റുമെന്ന്? എന്തായാലും ഇത് ഉറപ്പായിട്ടും ഇത് പാരൻസിൻ്റെ കൂടെയും അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു റിയാലിറ്റി ഷോ ടിവിയിലൂടെയും അല്ലാതെയും ഒക്കെ ആയിട്ട് 5ലും 6ലും 7, 8ലൊക്കെ പഠിക്കുന്ന കുഞ്ഞു മക്കളും എല്ലാവരും ഇത് വാച്ച് ചെയ്യുന്നുണ്ടാവും. റിയാലിറ്റി എന്നാൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ടോക്സിസിറ്റി നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നോർമലൈസ് ഇത്തരം ഷോയിലൂടെ കാണിക്കുമ്പോൾ അത് പല രീതിയിലും ഇത്തരം കുഞ്ഞു കുട്ടികളുടെ പോലും ലൈഫിൽ അത് ഭയങ്കരമായിട്ട് ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആസ് എ റിയാലിറ്റി ഷോ ദാറ്റ്സ് ദി വേഴ്സ്റ്റ് തിങ് ദാറ്റ് കൻ ഹാപ്പൻ. അതും അവരുടെ എവറി ഡേ ലൈഫിൽ മേ ബി ഇത് എഫക്ട് ചെയ്തേക്കാം. കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് അവർ തമ്മിൽ ഫ്രണ്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അവിടെ ഒരു തെറ്റായ ഒരു റെപ്രസെൻറ്റേഷൻ, തെറ്റായ ഒരു ചിന്താഗതി അവരുടെ ഉള്ളിലേക്ക് ഊന്നിറങ്ങിയേക്കാം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. സോ ഇതൊക്കെ കുട്ടികൾ കാണുമെന്ന് അറിഞ്ഞിട്ടും LGBT പോലത്തെ അല്ലെങ്കിൽ ബോഡി ഷേമിങ് പോലത്തെ പല ടോക്സിസിറ്റി നടന്നിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റിൽ നോർമലൈസ് ചെയ്ത് ടി വിയിലൂടെ അല്ലെങ്കിൽ മറ്റും ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്, ദാറ്റ്സ് എ ബിഗ് ഷെയിം ഓൺ യു.